Good morning to all. We have already studied about power sharing arrangements in Belgium and Sri Lanka. Today, we are going to discuss different forms of power sharing. Forms of power sharing. The idea of power sharing has emerged in opposition to the notions of undivided political power. These notions have changed with the emergence of democracy. One basic principle of democracy is that people are the source of all political power. Everyone has a voice in the shaping of public policies. Political power should be distributed among as many citizens as possible. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ഷെയറിംഗ് എന്ന ആശയത്തെ എങ്ങനെയാണത് ഉയർന്നു വന്നത്. പവർ ഷെയറിംഗ് എന്ന ആശയം ഉയർന്നു വന്നത് പല എതിർപ്പുകളെയും അവഗണിച്ചാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു. അധികാരം വിഭജിക്കപ്പെട്ടാൽ തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനും കഴിയുകയില്ല എന്നൊരു രീതിയായിരുന്നു. പക്ഷേ ഈ ആശയങ്ങൾ ജനാധിപത്യത്തിൻ്റെ വരവോടുകൂടി മാറുകയാണ് ചെയ്തത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ഇൻ എ ഡെമോക്രസി പീപ്പിൾ റൂൾ ദംസെൽസ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. ഇൻ എ ഗുഡ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് everyone has a voice in the shaping of public policies. Therefore, in a democracy, political power should be distributed among many citizens as possible. സോ ജനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻ എ ഗുഡ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എവ്രി വൺ ഹാസ് എ വോയിസ് ഇൻ ദ ഷേപ്പിംഗ് ഓഫ് പബ്ലിക് പോളിസീസ്. എല്ലാവർക്കും അതിനകത്ത് മുഖ്യമായ പങ്കാളിത്തം ഉണ്ട്. സോ പൊളിറ്റിക്കൽ പവർ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെനി സിറ്റിസൺസ് as പോസിബിൾ. ജനങ്ങളെ അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. മോഡേൺ ഡെമോക്രസി. ഇൻ മോഡേൺ ഡെമോക്രസീസ് പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ടേക്ക് മെനി ഫോംസ്. Some of the most common arrangements are. Here we are discussing some of the most common power sharing arrangements in our country. Power sharing among different organs of government, legislature, executive and judiciary. So this is called the horizontal distribution of power. Sharing of power among different organs of government such as legislature, executive and judiciary is called horizontal distribution of power. It is called so because it allows different organs of government placed at the same level to exercise different powers. Such a separation ensures that none of the organs can exercise unlimited powers. അതായത് 3 വിങ്ങായിട്ടാണ് പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് ഇന്ത്യയിൽ. ലെജിസ്ലേച്ചർ എന്നും എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും. ഇതിനെ ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയപ്പെടുന്നു. അതായത് ഒന്നിന് മേൽ മറ്റൊന്നിന് നിയന്ത്രണമുണ്ട്, പരസ്പര നിയന്ത്രണം ഇതിനുണ്ട്. ഇതിനൊന്നിനും പരമാധികാരം ഇല്ലതാനും. സോ ഈച്ച് ഓർഗൻ ചെക്സ് ദി അതേഴ്സ്. ദിസ് റിസൾട്ട്സ് ഇൻ എ ബാലൻസ് ഓഫ് പവർ എമംഗ് വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പരസ്പരം ഒരു ചെക്കിംഗ് ഉള്ളത് കൊണ്ട് ഇതിന് എന്താണ് ഒരു ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം ദിസ് അറേഞ്ച്മെൻറ്റ് ഇസ് കോൾഡ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. നെക്സ്റ്റ് ഈസ് പവർ ഷെയറിംഗ് എമംഗ് ഗവൺമെൻറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. A general government for the entire country and the government at the provincial or regional level. Such a general government is called federal government. In India, it is called central or union government. Provincial governments in India are called state governments. അപ്പം ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ച് ഇന്ത്യക്ക് ഒരു സെൻട്രൽ അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്. അതോടൊപ്പം ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവൺമെൻറ്റാണ് ഉള്ളത്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റ്സ് ആണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഉള്ളത്. സോ ദിസ് സിസ്റ്റം ഇസ് നോട്ട് ഫോളോഡ് ഇൻ ഓൾ കൺട്രീസ്. There are many countries where there
are no provincial or state governments. ഈ ഒരു ഭരണ സംവിധാനമല്ല എല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. പല രാജ്യങ്ങളിലും പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇല്ല. But in those countries like ours, where there are different levels of government, the constitution clearly lays down the powers of different levels of government. പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവരുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണഘടന അനുസരിച്ച് പ്രത്യേക രീതിയിലുള്ള ഭരണ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. That is why they did in Belgium but was refused in Sri Lanka. This is called Federal Division of Power. ഇതിനെയാണ് ഫെഡറൽ ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയുക്തമായ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ഇന്ത്യക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഉണ്ട്. ഇതുകൂടാതെ ഓരോ സ്റ്റേറ്റിലും ലോവർ ലെവൽസ് ഓഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്, മുനിസിപ്പാലിറ്റി ആൻഡ് പഞ്ചായത്ത്. So here we have to discuss lower level of government, that is lower than the state government, such as municipality and panchayat. So we can call this division of power involving higher and lower levels of government vertical division of power. About central or union government, state government, lower level of government, municipality and panchayat. ഇതെല്ലാം കൂടി ചേർന്നാണ് ഇതിനെ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് പവർ ഷെയറിംഗ് എമംഗ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് എസ് ദ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഇൻ ബെൽജിയം ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ്. ഇപ്പം റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിൽ പവർ ഷെയറിംഗ് എങ്ങനെ നടത്തപ്പെടുന്നു എന്നുള്ള അതിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ് ബെൽജിയത്തിലുള്ള കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. അതിൻ്റേതായ കമ്മ്യൂണിറ്റി ഗവൺമെൻറ്റിന് ആ രാജ്യത്ത് അതിൻ്റേതായ ചില അധികാരങ്ങൾ ഉണ്ട്. ഇൻ സം കൺട്രീസ് ദർ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അറേഞ്ച്മെൻറ്റ്സ് whereby socially weaker sections and women are represented in the legislatures and administration. ചില രാജ്യങ്ങളിൽ ഭരണഘടന ചില നിയമപരമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സോഷ്യലി വീക്കർ സെക്ഷൻസിനും അതോടൊപ്പം വിമനും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട്. So we have studied about the reserved constituencies in assemblies and the parliament of our country. സംവരണ മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. So this type of arrangement was meant to give space in the government and administration to diverse social groups. Otherwise they would feel alienated from the government. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി അതുപോലുള്ളവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ദുർബല വിഭാഗക്കാർക്ക് ഗവൺമെൻറ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഗീവ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എ ഫെയർ ഷെയർ ഇൻ പവർ. ദുർബല വിഭാഗത്തിനെ അധികാരത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So next is power sharing arrangements can also be seen in the way political parties, pressure groups and movements control or influence those in power. ഡെമോക്രസിയിൽ സിറ്റിസൺസിന് സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയെ തിരഞ്ഞെടുക്കണം എന്നുള്ള അവകാശം ജനങ്ങൾക്കാണ്. ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് കാണാൻ സാധിക്കുന്നത്. അധികാരം ഒരു പാർട്ടിയിൽ മാത്രം നിലനിൽക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അധികാരം പങ്കിടാറുണ്ട്. പവർ ഈസ് ഷെയർഡ് അമംഗ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് റിപ്രസെൻറ്റിംഗ് ഡിഫറെൻറ്റ് ഐഡിയോളജീസ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഐഡിയോളജീസാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ്. എലക്ഷൻ സമയത്ത് 2-3 പാർട്ടികൾ അലയൻസ് ഫോം ചെയ്യുന്നു. ഇഫ് ദെയർ അലയൻസ് ഈസ് എലക്റ്റഡ് ദേ ഫോം എ കൊയിലേഷൻ ഗവൺമെൻറ് ആൻഡ് ദസ് ഷെയർ പവർ. എലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടികൾ തമ്മിൽ ഒരു കൊയിലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു, സംയുക്തമായൊരു ഗവൺമെൻറ് ഫോം ചെയ്യുകയും അങ്ങനെ അധികാരം പങ്കിടുകയുമാണ് ചെയ്യുന്നത്. In a democracy, we find interest groups such as those of traders, businessmen, industrialists, farmers, and industrial workers. They also will have a share in governmental power, either through participation in governmental committees or bringing influence on the decision-making process. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ പല ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിനെയും നമുക്ക് കാണാൻ സാധിക്കും. ട്രേഡേഴ്സ്, ബിസിനസ്മെൻ, ഫാർമേഴ്സ്,
ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്. അപ്പോൾ ഇവർക്കെല്ലാം എന്താണ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാക്കുക ഐദർ ത്രൂ പാർട്ടിസിപ്പേഷൻ, ഒന്നുകിൽ പാർട്ടിസിപ്പേഷനിലൂടെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവരെ ഭാഗമാക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ we can conclude the chapter power sharing by saying that sharing of power makes us more powerful. So the first chapter of politics is over. Thank you.